സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് ഒരു കത്തോലിക്ക വൈദികനോ അതോ അതിനു മേലെയുള്ള മെത്രാനോ ഈ പ്രതിഷേധത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നതാണ് കാണുന്നത്. എന്താണ് കത്തോലിക്ക സഭയിൽ ഇതിലുള്ള പങ്ക്? നമുക്കറിയാവുന്നതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മെക്സിക്കോ, എൽ സാൽവഡോർ, ഹോണ്ടുരാസ്, ഗോണ്ടനാമോ, അതിന് താഴെ ബ്രസീൽ, ചില്ലി, അർജന്റീന മുതലായ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും ബഹുഭൂരിപക്ഷവും കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും ആരോപണമുണ്ടായിരുന്നു, കത്തോലിക്ക പള്ളികളും സ്കൂളുകളും ഇവർക്ക് അഭയം നൽകുന്നു, ഈ ക്രിമിനൽ സംഘത്തിനെ സംരക്ഷിക്കുന്നു, MS-13 പോലെയുള്ള ഗാങ്സ്റ്റേഴ്സിനെ സംരക്ഷിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് ചേർന്നതാണോ എന്ന് കത്തോലിക്ക സഭ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വൈദികന് പുറത്ത് നമ്മ കണ്ടു, ഈ പ്രതിഷേധിക്കുന്നവരെ കാറുകൾ കത്തിക്കുന്നു. ഇന്ന് ആധുനികതയിൽ ഇത് ചെയ്യുന്ന ആധുനിക സമൂഹത്തിൻ്റെ ഡ്രൈവർലെസ് കാർ, വെയ്മോ, ഗൂഗിളിൻ്റെ വെയ്മോ തുടങ്ങിയിരുന്ന ഡ്രൈവർലെസ് കാർ 10-15 എണ്ണം ലോസ് ഏഞ്ചലസിൽ ഇന്നലെ കത്തിച്ചു പ്രതിഷേധം എന്ന പേരിൽ. അവർ കൊണ്ടു നടക്കുന്നത് മെക്സിക്കോയുടെ കൊടി, പോർട്ടോറിക്കോയുടെ കൊടിയൊക്കെ കൊണ്ടുപോയിട്ട് പുറത്ത് നമ്മൾ കണ്ടതാണ് ഇവർ കത്തിക്കുന്നത്, കൂട്ടിയിട്ട് കത്തിക്കുന്നത്. അക്രമം, മോശമായ പദപ്രയോഗം. ഇവർ നിയമത്തിന് ഇതാണോ, നിയമത്തിന് മുകളിലാണോ ഇവരെന്തിനു വേണ്ടി ഇതിന് സംരക്ഷണം നൽകുന്നു? ഈ നിൽക്കുന്ന ആത്മീയ ആചാര്യന്മാർ എന്തിനു വേണ്ടി ഇവരെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ സിഖ് മതത്തിൽപ്പെട്ടവർ, ജൂതന്മാർ, അങ്ങനെ ഒട്ടനവധി ആത്മീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് വന്നിട്ടാണ് ഈ തരത്തിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതാണോ അവരുടെ തൊഴിൽ? ലോസ് ഏഞ്ചലസ്, ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നിയമപാലകനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ അതിക്രമം, അക്രമം എന്നിവ നടക്കുന്നത്. ഇവർ വന്നിരിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ പ്രാവിൻ്റെ ഇതുമായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാവുന്നവർക്ക് എത്രമാത്രം ക്രൈമാണ് ഇവർ കമ്മിറ്റ് ചെയ്യുന്നത്, ഈ അനധികൃത കുടിയേറ്റക്കാരെ. ഞാൻ 2 പ്രാവശ്യം ഇതിന് ഇരയാണ്. എൻ്റെ കാറിൽ അപകടം പടുത്തിയവർ, കടലാസില്ലാത്തവർ വന്നിട്ട് കാർ മേടിച്ചിട്ട് നിർത്താതെ പോവുക, കള്ള ലൈസൻസ് പ്ലേറ്റ്, കള്ള ലൈസൻസ് കൊണ്ട് നടന്നിട്ട് അവർ മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഇതാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ. എല്ലാ കുടിയേറ്റക്കാരെയല്ല, അനധികൃതമായിട്ട് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവർ. അവർക്ക് വേണ്ടിയാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ ഒരു അച്ഛൻ, പിന്നെ സിഖ് മതത്തിലെ അവരുടെ ഒരു മതാചാര്യൻ ജൂതമതത്തിൽ നിന്നും, അതാണോ അവരുടെ തൊഴിലെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.